അങ്ങനെ അടിപൊളിയായിട്ടുള്ള നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഒരു ബുദ്ധിമുട്ടുമില്ലാതെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന, ചോറിനൊക്കെ റെഡിയാക്കാവുന്ന ഒരു കറിയാണിത്. ഹലോ ഗായ്സ്, ഇത് എൻ്റെ ഗാർഡനിൽ ഇതിങ്ങനെ നല്ല പർപ്പിൾ കളറുള്ള ബ്രിഞ്ചാളം ഉണ്ടായിരിക്കണത്. അപ്പോൾ അത് ഞാൻ എടുത്തിട്ട് ഒരെണ്ണം ഉണ്ടായത് വെച്ചിട്ട് ഞാനൊരു മോരുകറി ഉണ്ടാക്കുവാണ്. ഇത് വെരി സിമ്പിളാണ്. സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് തട്ടിക്കൂട്ടാവുന്ന ഒരു മോരുകറി വഴുതനങ്ങ വെച്ചിട്ട്. വഴുതനങ്ങയുടെ ടേസ്റ്റ് ഒന്നും കിട്ടുന്നില്ല, നല്ലൊരു മോരുകറിയുടെ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രിഞ്ചാൾ. അപ്പോൾ ഇതുകൊണ്ട് ഞാനൊരു ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത്. ഇത് കണ്ടോ, എൻ്റെ ഗാർഡനിൽ നിൽക്കുന്ന ഈ ബ്രിഞ്ചാളാണ് ഞാനിത് കട്ട് ചെയ്ത് കൊണ്ടുവന്നേക്കുന്നത്. നല്ല ഫ്രഷാണ്. അപ്പോൾ നമ്മളിത് ഒന്ന് റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ആദ്യമേ തന്നെ. അപ്പോൾ ഇത് റൗണ്ടായിട്ട് കട്ട് ചെയ്ത് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. മാരിനേറ്റ് ചെയ്ത് വെക്കാനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, ഉപ്പ്, പിന്നെ നമ്മൾ എക്സ്ട്രാ ആയിട്ട് കുറച്ച് ഒരു ഹാഫ് ലെമണിൻ്റെ ജ്യൂസ്, നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കാനായിട്ട് അവിടെ വയ്ക്കുവാണ്. അത് കഴിഞ്ഞാണ് നമ്മുടെ തൈര് എടുക്കുന്നത്. തൈര് വെച്ചാണ് നമ്മൾ ഈ ഒരു ഈസി ആയിട്ടുള്ള നമ്മൾ ചോറിനൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു കറി. അതായത് മോരുകറിയല്ല, അതിൽ വെരി ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു കറിയാണ്. അപ്പോൾ ഞാൻ കട്ട തൈരാണ് എടുത്തേക്കുന്നത്. പുളിയില്ലാത്ത തൈരാണ് ഇവിടെ. പുളിയില്ലാത്ത തൈരാണ് എല്ലാവർക്കും ഇഷ്ടം. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പുളിയില്ലാത്ത തൈര് എടുത്തേക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഞാൻ ഇച്ചിരി കുറച്ച് ഇഞ്ചിയും പച്ചമുളകും ഒന്ന് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ആദ്യമേ തന്നെ വെക്കുന്നുണ്ട്. ഒരല്പം ഉപ്പും. അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. വെറുതെ ഒരു ഫോർക്ക് വെച്ച് ഇങ്ങനെയൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതൊന്ന് അതിൻ്റെ ആ ഫ്ലേവറൊക്കെ കുറച്ചൊന്ന് കിട്ടുന്നതിന് വേണ്ടി ഒരു പച്ചമുളകും കൂടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതവിടെ വെച്ചു. ഇനി നമ്മൾ കടുക് വറുക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുവാണ്. കടുക് വറുക്കാനായിട്ട് ഉലുവയും കടുകും ഇട്ട് പൊട്ടിക്കണം. ഉലുവയും കടുവും നമ്മൾ സാധാരണ എടുക്കുന്ന ചുമന്നുള്ളിയോ അല്ലെങ്കിൽ സവാളയോ, ഇവിടെ ഇപ്പോൾ ചുമന്നുള്ളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒരു സവാള ഒരു ചെറിയ പീസ് എടുത്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ വറ്റൽമുളക്, പച്ചമുളക്, പിന്നെ കുറച്ച് ഇഞ്ചി നീളത്തിൽ അരിഞ്ഞത്, ഇതൊക്കെയാണ് ഇപ്പോൾ എടുത്തേക്കുന്നത്. വെളുത്തുള്ളി ഒരു ചെറിയ പീസും നീളത്തിൽ അരിഞ്ഞിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴറ്റി നമ്മൾ കടുക് വറുക്കുന്ന പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ മൂപ്പിച്ചെടുത്ത് ഇത് നമ്മൾ ചൂട് ആറിയതിന് ശേഷമാണ് നമ്മളിത് എടുക്കുന്നത്. ചൂടനെ ഇത് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ തൈര് ചിലപ്പോൾ പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഒന്ന് വഴറ്റി നല്ല രീതിയിലായതിനു ശേഷം ഞാനിതവിടെ മാറ്റി വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഈ സെയിം പാത്രത്തിൽ തന്നെയാണ് നമ്മുടെ മാരിനേറ്റ് ചെയ്യാൻ വെച്ചേക്കുന്ന ബ്രിഞ്ചാൾ ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് ശരിയായി നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി ഞാനൊരു പാത്രത്തിൽ ഇത് മാറ്റി വയ്ക്കുവാണ്. ഇനി നമ്മുടെ സെയിം പാത്രത്തിൽ തന്നെ ഒരല്പം ഓയിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒരു സ്പൂണാണ് ഒഴിച്ചെടുക്കുന്നത്. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കണതാണ് നല്ലത്. നമ്മൾ മോരുകറിയൊക്കെ നാടൻ കറികളല്ലേ. അപ്പം വെളിച്ചെണ്ണ ഇട്ടു. അതിന് ശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഈ ബ്രിഞ്ചാളിൻ്റെ പീസുകൾ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്യാനായിട്ട് വയ്ക്കുവാണ്. തീ ഒരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത്. ഒത്തിരി ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ശരിയാവില്ല, കത്തിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തീ കുറച്ച് വെച്ച് ഒരു കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ചതിന് ശേഷം ഒന്ന് മറിച്ചിട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഈ ബ്രിഞ്ചാൾ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും. അപ്പം അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബ്രിഞ്ചാൾ ഇഷ്ടമല്ലാത്തവർക്ക് പോലും ഇഷ്ടമാവുന്ന ഒരു കറിയാണിത്. ഇത് ബ്രിഞ്ചാളാണോ എന്ന് പോലും ആർക്കും മനസ്സിലാവുപോലുമില്ല നമ്മുടെ ഈ മോരുകറിയിലേക്ക്, ഈ തൈരിലേക്ക് ഇതിടുമ്പോൾ. ഇതൊരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള ഒരു കറിയാണ്. ഞാനൊരു ഇൻസ്റ്റഗ്രാമിൽ കണ്ടതാണിങ്ങനെ. അപ്പോൾ ഇത് നമ്മുടെ ബ്രിഞ്ചാൾ ഒന്ന് വാടിയിട്ടുണ്ട്. ഞാനൊന്ന് മറിച്ചിടുവാണ്. അതിന് ശേഷം ഇത് അടച്ച് ഒരു 3 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഇത് ഓഫ് ചെയ്ത് ആ പാത്രത്തിൽ തന്നെ അവിടെ വെക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അതിൻ്റെ തീയൊക്കെ നന്നായിട്ട് ആറിയതിന് ശേഷമാണ് നമ്മൾ തൈരിലേക്ക് ഇതെല്ലാം മിക്സ് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മുടെ ബ്രിഞ്ചാളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ചൂടൊക്കെ ആറി ഒന്ന് ശരിക്കും തണുത്തതിന് ശേഷമാണ് നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന തൈരിലേക്ക് ഇത് ഇട്ട് കൊടുക്കുന്നത്. അപ്പം ഇത് കുറച്ച് നേരം ഒന്നിങ്ങനെ റെസ്റ്റ് എടുത്ത് ഒന്ന് ചൂടൊക്കെ ആറി നല്ല രീതിയിൽ ആയി കഴിയുമ്പോൾ നമുക്ക് മിക്സ് ചെയ്യാം. ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി കുറച്ച് നേരം ഇരുന്നൊന്ന് വാടി അത് കൂടുതലൊന്ന് ആയാൽ മതി. ഇങ്ങനെയാണ് ഇതിരിക്കുന്നത്.
അപ്പോൾ നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു മോരുകറിയാണ്. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയതാണ്. ഇത് വഴുതനങ്ങയാണെന്നൊന്നും ആർക്കും മനസ്സിലാവില്ല. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇതേ തൈര് അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി തൈര് ഇതിൻ്റെ കൂടെ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് ഇനി ആ കടുക് വറുത്തതും കൂടെ ഒന്ന് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ വെരി ടേസ്റ്റി ആയിട്ടുള്ള ബ്രിഞ്ചാൾ ഉപയോഗിച്ചിട്ടുള്ള മോരുകറി റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റാണ്, പുളിയൊന്നും ഇല്ലല്ലോ. ഈ ബ്രിഞ്ചാളിൻ്റെ ആ ഒരു നല്ലൊരു ഫ്ലേവറാണ് ഇതിന് കിട്ടുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു ഫ്ലേവർ തന്നെയാണ്. അപ്പോൾ അതേ നമ്മുടെ കടുക് വറുത്തും കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ടേസ്റ്റ് ഒരു വേറൊരു ലെവലാട്ടോ. അപ്പം എനിക്കിത് ഒത്തിരി ഇഷ്ടമായി. ഞങ്ങളുടെ വീട്ടിലെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. ഇനി വഴുതനങ്ങയൊന്നും ഇഷ്ടമല്ല എന്ന് ആരും പറയരുത്. ഇങ്ങനെയൊന്ന് പരീക്ഷിച്ചാൽ വെരി ഹെൽത്തി ആയിട്ടുള്ള ഒരു വെജിറ്റബിളാണ് വഴുതനങ്ങ. അത് നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ വേറെ റെസിപ്പികളൊന്നും തേടി പോകേണ്ട ആവശ്യമില്ല. ഇങ്ങനെയൊരു വ്യത്യസ്തമായൊരു ബ്രിഞ്ചാൾ മോരുകറി ഒന്ന് പരീക്ഷിക്കുക. അപ്പോൾ തണുത്തതിന് ശേഷമാണ് ഇടാമോളൂ, അങ്ങനെയാണ് അതിൻ്റെ പ്രത്യേകത. അല്ലെങ്കിൽ ഇത് മോര് പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു കറിയല്ലേ, നല്ല ടേസ്റ്റുമാണ്. എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കൂ കേട്ടോ.